കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും കൃഷിനാശം വിതയ്ക്കുകയും ജനജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 6 വലിയ പന്നികളെയാണ് വകവരുത്തിയത്. ചേലക്കര പട്ടണ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ കൃഷിനാശം വിതയ്ക്കുകയും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടികൾ ചേലക്കര പഞ്ചായത്തിൽ ഊർജിതമാക്കി. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ 6 കൂറ്റൻ കാട്ടുപന്നികളെയാണ് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നത്. പഞ്ചായത്തിലെ 14, 23, 24 വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവയെ വകവരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ലഭിച്ചിട്ടുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരെ ഓണററി വൈൽഡ് ലൈഫ് വാർഡർമാരായി നിയമിച്ചുകൊണ്ട് വനം വകുപ്പ് നൽകിയ ഉത്തരവ് പ്രകാരം ജനവാസ മേഖലകളിൽ കൃഷിനാശവും അപകടങ്ങളും ഉണ്ടാക്കുന്ന പന്നികളെ വകവരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. കാട്ടുപന്നികൾക്ക് പുറമെ ആന, കുരങ്ങൻ, മലയണ്ണാൻ തുടങ്ങിയ വന്യജീവികളും ചേലക്കരയിലെ കാർഷിക മേഖലയ്ക്ക് അനുദിനം വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. പാവപ്പെട്ട കർഷകർ കഷ്ടപ്പെട്ട് നട്ടുവളർത്തുന്ന തെങ്ങ്, വാഴ, കപ്പ തുടങ്ങിയ വിളകൾ വന്യജീവികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കൃഷിനാശത്തിനു പുറമെ രാത്രികാലങ്ങളിൽ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ കാട്ടുപന്നികൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ വട്ടം ചാടുന്നത് മൂലം മനുഷ്യജീവന് പോലും വലിയ ഭീഷണിയാകുന്നുണ്ട്. ഇത്തരം അപകടങ്ങളും നാശനഷ്ടങ്ങളും പതിവായതോടെ നാട്ടുകാരുടെയും കർഷകരുടെയും നിരന്തര പരാതികൾ പരിഗണിച്ചാണ് പഞ്ചായത്ത് ഈ കർശന നടപടികൾ സ്വീകരിച്ചത്. ഷൂട്ടർമാരുടെ ലഭ്യതയനുസരിച്ച് വരും ദിവസങ്ങളിലും കൂടുതൽ പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം തടയാനുള്ള നടപടികൾ തുടരുമെന്ന് ചേലക്കര പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. CCV ന്യൂസ് ചേലക്കര.